നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീടുകയറി ആക്രമിച്ചു. ഗൃഹനാഥ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പണം കടം നൽകിയതുമായുള്ള വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഗുരുവായൂരിലെ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ പോലീസിനെ അനുവദിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്ര നഗരിയിൽ വൺ വേ അടക്കമുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വേലൂരിൽ കനത്ത മഴയിൽ പുതിയതായി സ്ഥാപിച്ച മൊബൈൽ ടവറിന്റെ അടിത്തറ ഇടിഞ്ഞു. മൊബൈൽ ടവറിന് സമീപം താമസിക്കുന്ന വീട്ടുകാരും യാത്രക്കാരും അപകട ഭീഷണിയിൽ. തലക്കോട്ടുകര പയനിപ്പാടത്ത് കെട്ടിയുയർത്തിയ റോഡ് തകർത്ത് കരിങ്കല്ല് കയറ്റിയ ടോറസ് ലോറി പാടത്തേക്ക് ചെരിഞ്ഞു. പുന്നൂർകുളം ചമ്മന്നൂരിൽ മിണ്ടാപ്രാണിയോട് സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. തൈപ്പറമ്പിൽ ഷെഫീഖിന്റെ പോത്തിന്റെ വാല് മുറിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു. ഗൃഹനാഥ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ സ്വദേശിനി തുണ്ടത്തിൽ വീട്ടിൽ 76 വയസ്സുള്ള ശാന്ത, മക്കളായ 45 വയസ്സുള്ള സിബി, 40 വയസ്സുള്ള അബി എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 9:30യോടുകൂടിയാണ് കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായത്. സമീപവാസിയായ സഹോദരങ്ങളായ യുവാക്കൾക്ക് വീട്ടുകാർ പണം കടം നൽകിയിരുന്നു. പണം തിരികെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനിടെയാണ് തിങ്കളാഴ്ച രാത്രി അയൽവാസിയായ യുവാക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 7ഓളം വരുന്ന സംഘം കുടുംബത്തെ വീടുകയറി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ശാന്തയെയും മക്കളെയും ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഗുരുവായൂരിലെ ഗതാഗത നിയന്ത്രണത്തിനാവശ്യമായ പോലീസിനെ അനുവദിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്ര നഗരിയിൽ വൺ വേ അടക്കമുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഒരുക്കാനും യോഗത്തിൽ തീരുമാനമായി. നിർമ്മാണ സമയത്ത് ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനാവില്ല. പകരം പടിഞ്ഞാറേ നടയിലും കിഴക്കേ നടയിലും താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഒരുക്കാനും യോഗം തീരുമാനിച്ചു. ചാവക്കാട്, കുന്നംകുളം എന്നീ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ പടിഞ്ഞാറേ നടയിലെ ദേവസ്വത്തിന്റെ മായ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യും. നിശ്ചിത കാലത്തേക്ക് ബസ് സ്റ്റാൻഡ് ദേവസ്വം നഗരസഭയ്ക്ക് നൽകും. തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ 9 എണ്ണം നഗരസഭയുടെ ബഹുനില പാർക്കിംഗ് സമുച്ചയത്തിന്റെ താഴെ നിലയിൽ പാർക്ക് ചെയ്യും. ഈ ബസ്സുകൾ കിഴക്കേ നടയിൽ നിന്ന് യാത്രക്കാരെ കയറ്റാൻ സംവിധാനമൊരുക്കും. ഔട്ടർ റിംഗ് റോഡ് വൺ വേ ആക്കുന്ന കാര്യവും പരിഗണിക്കും. വിശദാംശങ്ങൾ ബുധനാഴ്ച ചേരുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ തീരുമാനിക്കും. KBM ശിവനട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർ അജിത അജിത് പ്ലക്കാർഡേന്തി നടുത്തളത്തിൽ കുത്തിയിരിപ്പ് നടത്തി. 2019 റോഡ് നിർമ്മാണത്തിന് തുക വകയിരുത്തിയിട്ടും ഇതുവരെ റോഡ് നിർമ്മിച്ചിട്ടില്ലെന്ന് കൌൺസിലർ പറഞ്ഞു. ഇതിൽ അഴിമതിയുണ്ടെന്നും ഇവർ ആരോപിച്ചു. MLA ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പ്രവൃത്തിയായതിനാൽ നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലെന്ന് ചെയർമാൻ കൌൺസിൽ യോഗത്തിന് ശേഷം അറിയിച്ചു. ബഹുനില പാർക്കിംഗ് സമുച്ചയം കരാറെടുത്ത ആൾ കാലാവധി അവസാനിക്കും മുമ്പ് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്ത് ചർച്ച ചെയ്തു. 57.51 ലക്ഷത്തിനാണ് 1 വർഷത്തേക്ക് കരാർ എടുത്തിരുന്നത്. എന്നാൽ കരാറെടുത്ത് 2 മാസം തികയും മുമ്പാണ് തങ്ങളെ ഒഴിവാക്കണമെന്ന് കത്ത് നൽകിയിട്ടുള്ളത്. നേരത്തെ ഈ കേന്ദ്രം നടത്തിയിരുന്ന കുടുംബശ്രീയും നഷ്ടം മൂലം പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോഴത്തെ കരാറുകാരനും നഷ്ടം തന്നെയാണ് കാരണം പറയുന്നത്. യോഗത്തിൽ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. കേച്ചേരിയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തയ്യൂർ സ്വദേശി ചീരോത്ത് വീട്ടിൽ 23 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വേലൂരിൽ കനത്ത മഴയിൽ പുതിയതായി സ്ഥാപിച്ച മൊബൈൽ ടവറിന്റെ അടിത്തറ ഇടിഞ്ഞു. പഞ്ചായത്ത് വാർഡ് 12 കാഞ്ഞിരാൽ ഭാഗത്ത് സ്ഥാപിച്ച ടവർ ഇപ്പോൾ അപകട ഭീഷണിയിലാണ്. റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന മൊബൈൽ ടവറിന് സമീപം താമസിക്കുന്ന വീട്ടുകാർക്കും യാത്രക്കാർക്കും ജീവന് ഭീഷണിയുള്ളതിനാൽ എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടിയെടുക്കണമെന്ന് 12ാം വാർഡ് മെമ്പർ CD സൈമൺ ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങോട്ട് നോക്കി ടവറിൻ്റെ അടുക്ക് നോക്കിയപ്പോൾ ഭയങ്കര ഒരു മണ്ണിൻ്റെ ഇടിച്ചിട്ട് പോയപ്പോൾ അതിൻ്റെ അടുത്ത് പോയിക്കുമ്പോഴാണ് ഒരു വിള്ളൽ കാണുന്നത്. അപ്പോൾ പിന്നീട് മെമ്പറിനെ വിളിച്ചു. ബാക്കി മെമ്പർ വന്ന് കണ്ടു. വളരെ പരാജയം കാലത്തേക്ക് ഉണ്ടായി തന്നെ ടവർ ഇപ്പോൾ പെർമിഷൻ കിട്ടുന്ന ഭാഗമായിട്ട് അവർ പണിതു. ഈ പണിത ടവർ പുതിയ മണ്ണിലായതുകൊണ്ട് അപകട ഭീഷണി നിൽക്കണേ. ഒരു മഴ പെയ്യുമ്പോഴേക്കും അതിൻ്റെ ഫൗണ്ടേഷൻ ഇടിഞ്ഞിട്ട് വീഴാറായി സ്ഥിതി നിൽക്കണം. അപ്പം പൊതുവെ വീടിൻ്റെ അടുത്ത് ഈ ടവറിൻ്റെ പരിസരത്തുള്ള ആളുകളോട് കൂടിയാണ് അവർ ഭയങ്കര ജീവന ഭീഷണിയാണെന്നുള്ള പരാതി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഇത് എടുത്തു മാറ്റാനുള്ള പരിപാടി പറയാനും ഇവിടെ എല്ലാവരും പേടിച്ചിട്ട് അല്ല ഇവിടെ കുന്നിടിയാനൊക്കെ ആയിട്ട് നിൽക്കുന്നത്.
അല്ലെങ്കിൽ പേടിച്ചിട്ട് ഇവിടെ താമസിക്കുന്നത്. പിന്നീട് നിർമ്മാണം അരങ്ങ് കുടുംബശ്രീ വാർഷികം ചൊവ്വന്നൂർ ചാവക്കാട് ബ്ലോക്ക് ക്ലസ്റ്റർ തല മത്സരങ്ങൾ കുന്നംകുളം ടൗൺ ഹാളിൽ ആരംഭിച്ചു. അരങ്ങ് 2024 കുടുംബശ്രീ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ചൊവ്വന്നൂർ ചാവക്കാട് ബ്ലോക്ക് ക്ലസ്റ്റർ തല മത്സരങ്ങൾക്ക് കുന്നംകുളം ടൗൺ ഹാളിൽ തുടക്കമായി. CV ഹാളിൽ നടന്ന കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം കേരള SC/ST കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. അസിസ്റ്റന്റ് ADM C പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഒരുമനയൂർ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുലേഖ, കുന്നംകുളം കുടുംബശ്രീ CDS 2 ചെയർപേഴ്സൺ ഷിജി നികേഷ്, സിറ്റി മിഷൻ മാനേജർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഇന്നും നാളെയുമായി നടക്കുന്ന വിവിധ കലാമത്സരങ്ങളിൽ 200ഓളം പേർ പങ്കെടുക്കും. CV ഹാൾ, ടൗൺ ഹാൾ എന്നിവിടങ്ങളിലാണ് കവിതാ മത്സരം, മോണോ ആക്ട് എന്നിവ നടക്കുന്നത്. ഹിന്ദു രാഷ്ട്രമോ ഇസ്ലാം രാഷ്ട്രമോ ക്രിസ്തു രാഷ്ട്രമോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളും. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് മനുഷ്യരാഷ്ട്രം, മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യരാഷ്ട്രം. നാളെ സംഘനൃത്തം, നാടകം, ശിങ്കാരിമേളവും ഉണ്ടാകും. ചൊവ്വന്നൂർ ചാവക്കാട് ബ്ലോക്ക് CDS ചെയർപേഴ്സൺമാർ, അക്കൌണ്ടന്റുമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. ബാങ്ക് ജപ്തി ചെയ്ത ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും മുൻ വേലൂർ പഞ്ചായത്ത് മെമ്പറുമായ പറക്കൂത്ത് വീട്ടിൽ PP രാമചന്ദ്രൻ, വട്ടംപറമ്പിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് SI U മഹേഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. രാമചന്ദ്രൻ തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ വേലൂർ സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തി 1.25 കോടി രൂപ വായ്പ എടുത്തിരുന്നു. 8 വർഷത്തോളമായി തിരിച്ചടവ് മുടങ്ങി 2.5 കോടിയോളം പലിശയടക്കം കുടിശ്ശികയായിട്ടുണ്ട്. പണയപ്പെടുത്തിയ ഭൂമികൾ ജപ്തി ചെയ്ത് ബാങ്ക് മുതൽ കൂട്ടിയിട്ടുണ്ട്. ഇതിൽ ജപ്തി ചെയ്ത 40 സെന്റോളം വരുന്ന ഭൂമിയിൽ നിന്നാണ് നിയമവിരുദ്ധമായി രാമചന്ദ്രനും സഹായിയായ ഉണ്ണികൃഷ്ണനും ചേർന്ന് തേക്കുമരം മുറിച്ചത്. ബാങ്ക് സെക്രട്ടറിയും സെയിൽ ഓഫീസറും നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ശേഷം ജാമ്യത്തിൽ വിട്ടു. നാടാകെ ഒന്നിക്കുകയാണ് ആരവ് എന്ന 6 വയസ്സുകാരന്റെ ചികിത്സയ്ക്ക്. പോർക്കുളം സ്കൂളിന് സമീപം താമസിക്കുന്ന കടാംപുള്ളി വീട്ടിൽ സെൽവൻ, രമ്യ ദമ്പതികളുടെ മകനായ ആരവ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച ചികിത്സയിലാണ്. കുന്നംകുളം ബെദനി ഇംഗ്ലീഷ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ആരവ്. 4 മാസം മുൻപ് മൂക്കിൽ നിന്ന് രക്തം വന്നതിനെ തുടർന്ന് അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗുരുതര രോഗവിവരം അറിഞ്ഞത്. മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴിയെന്ന് വിദഗ്ധ ഡോക്ടർമാർ വിലയിരുത്തി. ഇതിനായി 30 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സ്വകാര്യ സ്ഥാപനത്തിലെ ഡ്രൈവറായ സെൽവൻ മകന്റെ ചികിത്സയ്ക്ക് പണമില്ലാതെ അലയുകയാണ്. എന്റെ മകൻ ആരവ് അവന് മജ്ജ മാറ്റിവെക്കൽ അപ്ലാസ്റ്റിക് അനീമിയ എന്ന അസുഖത്തെ കുറിച്ച് തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. 2 മാസത്തോളായി ഇവിടെ. ഞാനൊരു സാധാരണ ഡ്രൈവറാണ്. എന്നെ കൊണ്ട് കഴിയാവുന്ന പോലൊക്കെ എനിക്ക് കൂട്ടിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പേരിലാണ് എല്ലാവരോടും സഹായം അഭ്യർത്ഥിക്കുന്നത്. അവരുടെ പേരിൽ അമ്മ അവിടെ തളർന്ന് കിടക്കണം. ഇത് പൈസ ബുദ്ധിമുട്ട് കൊണ്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. എല്ലാവരും ഇവരെ സഹായിക്കണം. ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകണം. ഞങ്ങളെ രക്ഷിക്കണം. എന്റെ മോനെ ജീവൻ രക്ഷിക്കണം. ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും വിവിധ മതനേതാക്കളും സംയുക്തമായി ആരവിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള കഠിന പരിശ്രമത്തിലാണ്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പോർക്കുളം ഡിവിഷൻ മെമ്പറാണ്. പേര് സിന്ധു ബാലൻ. പോർക്കുളം പഞ്ചായത്തിലെ 6 വയസ്സുള്ള ആരവ് എന്ന കുട്ടി മാരകമായിട്ടുള്ള ഒരു രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് നമുക്ക് 30 ലക്ഷം രൂപ സമാഹരിക്കേണ്ടതുണ്ട്. നന്മയുള്ള നമുക്കെല്ലാവർക്കും ഈ ഒരു സഹായത്തിന് ആ കുഞ്ഞു ജീവൻ തിരിച്ചു പിടിക്കാൻ ഒരുമിച്ച് നിൽക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഫാദർ ഗീവർഗീസ് ചെമ്മണൂർ, പോർക്കുളം മാറാതായി ശ്രീഹ പള്ളിയുടെ വികാരി അച്ഛനാണ്. തൃശൂർ ജില്ലയിലെ പോർക്കുളം പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആരവ് എന്ന കുഞ്ഞ് മാരകമായ ഒരു രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം. എൻ്റെ പേര് ബാലചന്ദ്രൻ മുടാശ്ശേരി. ആരവ് എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛൻ 9 വർഷമായി എൻ്റെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാരകമായ അസുഖത്തിന് സെൽവൻ എന്ന ആ ഒരു വ്യക്തിയുടെ കഴിവ് ഒന്നും ആവില്ല എന്നറിയാം. അതുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മയുടെ സഹകരണത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഫണ്ട് സമാഹരണം എന്നൊരു ഉദ്യമത്തിലേക്ക് മെനക്കെടുന്നത്. അതിൽ ഇത് കാണുന്ന ഓരോരുത്തരും
അവരുടെ ബന്ധങ്ങൾ കൂടി ഉപയോഗിച്ച് ഈ കുട്ടിയുടെ ജീവന് വേണ്ടി ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും കൂട്ടാതെ അവന്റെ ഒരു പ്രാർത്ഥന കൂടി ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ആരവിന്റെ ചികിത്സയ്ക്കായി പിതാവ് KS സെൽവിന്റെ പേരിൽ കുന്നംകുളം കനറ ബാങ്കിൽ 110172134037 എന്ന നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നന്മ പറ്റാത്ത സുമനസ്സുകൾ സഹായം നൽകേണ്ടതാണ്. IFC കോഡ് CNR B 000854. ഗൂഗിൾ പേ നമ്പർ 81 36 91 34 91 89 21 06 28 56. CCTV ന്യൂസ് പെരുമ്പിലാവ്. വേലൂർ തലക്കോട്ടുകര പൈനിപ്പാടത്ത് കെട്ടിയുയർത്തിയ റോഡ് തകർത്ത് കരിങ്കല്ല് കയറ്റിയ ടോറസ് ലോറി പാടത്തേക്ക് ചെരിഞ്ഞു. ഇതോടെ മേഖലയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. 2 JCB എത്തിയാണ് ടോറസ് മാറ്റിയത്. കരിങ്കൽ ഭിത്തി തകർന്ന റോഡ് ഗതാഗത യോഗ്യമല്ലാതായി. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഒരുങ്ങുന്ന 14-കാരൻ ചികിത്സാ സഹായം തേടുന്നു. വേലൂർ സ്വദേശി അനുദേവ് കൃഷ്ണയാണ് തുടർ ചികിത്സയ്ക്കായി കനിവുള്ളവരുടെ സഹായം തേടുന്നത്. കിരാലൂർ താമരത്തിരുത്തിയിൽ താമസിച്ചു വരുന്ന പുതിയ വളപ്പിൽ വിനീഷ് ജിഷ ദമ്പതികളുടെ മകൻ അനുദേവ് കൃഷ്ണ ദീർഘനാളായി അർബുദബാധിതനായി ചികിത്സയിലാണ്. ഇപ്പോൾ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇതിന് 50 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. നിർധനരായ ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. എൻ്റെ മോൻ അനുദേവ് കൃഷ്ണയ്ക്ക് ബ്ലഡ് ക്യാൻസറാണ്. 5 വർഷമായി ഞങ്ങൾ ചികിത്സയിലാണ് തിരുവനന്തപുരം RCC ക്യാൻസർ സെൻ്ററിൽ. ഇപ്പോൾ വീണ്ടും അവൻ്റെ അസുഖം വന്ന് ഇപ്പം മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന് കൂടെ അമേരിക്കയിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങി ഇഞ്ചക്ഷൻ ചെയ്യണം. അതിന് 10 ലക്ഷം രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ അത് ചെയ്തതിന് ശേഷം മജ്ജ മാറാനാണ് ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിനൊരു 40 ലക്ഷം രൂപയോളം അതും വരുന്നതാണ്. മറ്റൊരു 50 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. സാധാരണ കൂലിപ്പണിക്കാരനായ എനിക്കും എൻ്റെ കുടുംബത്തിനൊരു വലിയൊരു തുകയാണ്. അതിൻ്റെ കൂടെ നാട്ടിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയിട്ടൊരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിയുന്നൊരു സഹായം ചെയ്തിൻ്റെ മോനെ രക്ഷിക്കണം, സഹായിക്കണം. കുറച്ച് നാളുകളായി അർബുദ ചികിത്സ ബാധിതനായി ചികിത്സയിലാണ്. ഒരു ചെറിയ ഒരു കുടുംബമാണ്. ഒരു വാടകയ്ക്കാണ് ഈ കുടുംബം താമസിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. കാരണം വാടകയ്ക്ക് കൊടുക്കാൻ പോലും പൈസ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. കുറച്ച് വർഷങ്ങളായി തന്നെ RCCയിലാണ് ഇവരുടെ അച്ഛനും അമ്മയും തന്നെ കുട്ടികളോടൊപ്പം തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് അവിടെയാണ്. അപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. താഴെയുള്ള കുട്ടിയാണ്, ഇങ്ങനെ പഠിക്കുകയാണ്. ഇവൻ്റെ താഴെയാണ് കുട്ടിയുള്ളത്. ഇവന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കാണ് ഇപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏകദേശം 50 ലക്ഷത്തിൽ കൂടുതൽ പൈസ അതിന് ചെലവ് വരും. കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനു വേണ്ടി വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ചെയർമാനായും വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് OA കൺവീനറായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് വേലൂർ ബ്രാഞ്ചിൽ അനുദേവ് കൃഷ്ണ ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ അക്കൗണ്ട് ആരംഭിച്ചു. അക്കൗണ്ടിലേക്ക് സുമനസ്സുകളുടെ സാധ്യമായ സഹായങ്ങൾ നേരിട്ടോ ചികിത്സാ സഹായ സമിതി മുഖേനയോ നൽകി അനുദേവ് കൃഷ്ണയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ നിർധന കുടുംബം. CCTV ന്യൂസ് വേലൂർ. വേലൂരിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന മുത്തശ്ശിമാവിന്റെ ശിഖരങ്ങൾ ഫയർഫോഴ്സിന്റെയും KSEBയുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിന് സമീപം കാരങ്ങൽ ഓഡിറ്റോറിയത്തിന് മുന്നിൽ റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻ മരങ്ങളിലൊന്നിന്റെ വലിയ ശിഖരങ്ങൾ 2 ദിവസമായി പെയ്ത മഴയിൽ നിലം പതിക്കുന്ന അവസ്ഥയിൽ താഴ്ന്നു നിന്നിരുന്നു. മാധ്യമങ്ങൾ വഴി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ കേച്ചേരി KSEB യന്ത്രവൽക്കരണ ലിഫ്റ്റ് ഉപയോഗിച്ചാണ് മുറിച്ചുമാറ്റിയത്. ഓവർസിയർ മേരി ഹെൽനയുടെ നേതൃത്വത്തിൽ സുരേഷ്, ഗോപകുമാർ, ലൈൻമാൻമാർ, വടക്കാഞ്ചേരി അഗ്നിശമന വിഭാഗം FROമാരായ മുരളീധരൻ, ഷിബു, രതീഷ്, ദേവസിക്കുട്ടി, അജിതൻ, റോയ്സൺ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ TK എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു.
കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തന രേഖ പ്രകാശനം നടന്നു. പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കിയാണ് പ്രകാശനം നടത്തിയത്. മഴക്കാല പൂർവ്വ ശുചീകരണവും തുടർ പ്രവർത്തനങ്ങളും സംബന്ധിച്ച കലണ്ടറാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയത്. ഗൃഹശ്രീ പുരസ്കാരത്തിനുള്ള വീടുകൾ തെരഞ്ഞെടുക്കുക, വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രധാന സെന്റർ തെരഞ്ഞെടുത്ത് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണം നടത്തുന്ന ക്ലീൻ കണ്ടാണശ്ശേരി പരിപാടിയിലൂടെ 16 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി സംഘടിപ്പിക്കുക, പഞ്ചായത്തിലെ പ്രധാന 6 സെന്ററുകളിൽ ശുചിത്വ മണിമുഴക്കം, ശുചിത്വ ഹർത്താൽ നടത്തുക, ഡ്രൈ കണ്ടെയ്നർ, വെറ്റ് കണ്ടെയ്നർ എലിമിനേഷൻ ക്യാമ്പയിൻ, അതിഥി തൊഴിലാളി സംഗമം, രോഗപരിശോധന, വ്യാപാര ഉടമകൾക്കും തൊഴിലാളികൾക്കുമുള്ള ബോധവൽക്കരണം, ആരോഗ്യ ബാലസഭ തുടങ്ങി വിവിധ ആരോഗ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രവർത്തന രേഖയും പഞ്ചായത്ത് തനത് പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയ രൂപരേഖയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് പ്രവർത്തന രേഖാ വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ, ഹരിത കേരളം ബ്ലോക്ക് കോർഡിനേറ്റർ ത്രിവിക്രമൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, ആസൂത്രണ സമിതി അംഗം VA കൊച്ചുലാസർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K മനോജ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ആരോഗ്യവകുപ്പ് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ PA സന്തോഷ് കുമാർ പകർച്ചവ്യാധികളും പ്രതിരോധവും എന്ന വിഷയത്തിലും കണ്ടാണശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് സംസ്ഥാനത്തെ ഏകീകൃത പൊതുജനാരോഗ്യ നിയമം 2023 എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സന്നദ്ധ സംഘടന, വായനശാല ഭാരവാഹികൾ, അധ്യാപകർ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ് കേച്ചേരി. പുന്നൂർകുളം ചമ്മന്നൂരിൽ മിണ്ടാപ്രാണിയോട് സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. പ്രദേശവാസിയായ തൈപ്പറമ്പിൽ ഷെഫീഖിന്റെ പോത്തിനെ വാലുമുറിച്ചാണ് അജ്ഞാതർ ഉപദ്രവിച്ചത്. ഷെഫീഖ് തന്റെ ഉപജീവനത്തിനു വേണ്ടി വളർത്തിയിരുന്ന പോത്തിനെയാണ് ഇന്നലെ രാത്രി ആക്രമിച്ചത്. വീടിനോട് ചേർന്ന പറമ്പിലാണ് കെട്ടിയിരുന്നത്. കയർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയും പോത്തിന്റെ വാലിന്റെ ഭാഗം മുറിച്ചു കളയുകയും ചെയ്തു. ഇന്ന് രാവിലെ അഴിച്ചുകെട്ടാൻ നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത്. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. കൈപ്പറമ്പിൽ കാർ ഡിവൈഡറിൽ കയറി മറിഞ്ഞ് അപകടം. യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:30യോടെയാണ് അപകടം നടന്നത്. ചാലക്കുടിയിൽ നിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഓടിച്ചിരുന്ന ചാലക്കുടി സ്വദേശി കല്ലുംപറമ്പിൽ വീട്ടിൽ ആദിൽ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഏഴാങ്കല്ല് കൈപ്പറമ്പ് ഭാഗത്ത് ഡിവൈഡറിൽ വാഹനങ്ങൾ കയറിയുള്ള അപകടം തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയുടെ മിനി ബസ് ഇതേ ഡിവൈഡറിൽ കുടുങ്ങിയിരുന്നു. വൈകുന്നേരത്തോടെ മറ്റൊരു കാറും ഡിവൈഡറിൽ കുടുങ്ങി. ഇവിടെ അപകടങ്ങൾ സംഭവിക്കാത്ത ദിവസങ്ങളില്ല എന്നതാണ് അവസ്ഥ. ഡിവൈഡർ ഉള്ളതിന്റെ സൂചനാ ബോർഡ് പോലും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോ പോലീസോ സ്ഥാപിച്ചിട്ടില്ല. മേഖലയിൽ തെരുവ് വിളക്കുകൾ ഒന്നും തന്നെ തെളിയാത്തതുമൂലം രാത്രികാലങ്ങളിൽ ഇവിടെ ഡിവൈഡറിൽ കയറിയും കുടുങ്ങിയ അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. നോർമലി ഈ ഒരു ഡിവൈഡർ ആ വളവ് വരെ ഇല്ല. ഞാനതില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വളഞ്ഞു വരുന്നത്. പിന്നെ ഇവിടെ അടുത്തെത്തുമ്പോഴാണ് ഈ ഡിവൈഡർ ഞാൻ കാണുന്നത്. എന്റെ ഡ്രൈവിംഗ് സൈഡിന്റെ വീലാണ് ഡിവൈഡറിന് കയറിയേക്കണത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഓപ്പോസിറ്റ് വല്ല വണ്ടികളും വന്നിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇതും ആ ഡിവൈഡറിന് ഇടിച്ച് വണ്ടി മറയുക ചെയ്തത്. ഇവിടെ വന്നാണ് ഇത്ര ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് വണ്ടി വന്ന് നിന്നത്. ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. നാളെ ഇതേപോലൊരു അവസ്ഥ വേറൊരാൾക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റോപ്പിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിഫ്ലക്ടറെങ്കിലും വെച്ചാൽ മതി. പേരാമംഗലം പോലീസും നാട്ടുകാരും ചേർന്ന് താൽക്കാലിക റിഫ്ലക്ടർ സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിലും അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. പ്രദേശത്ത് സ്ഥിരമായി സിഗ്നൽ സംവിധാനം നടപ്പിലാക്കുകയോ ഡിവൈഡർ പൊളിച്ചു മാറ്റുകയോ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. CCTV ന്യൂസ് കേച്ചേരി. വേലൂർ പഞ്ചായത്ത് 9-ാം വാർഡ് കുറുമാലിൽ മരം റോഡിലേക്ക് വീണു. റോഡരികിൽ നിന്നിരുന്ന വലിയ പൂമരമാണ് റോഡിലേക്ക് വീണത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ വാർഡ് മെമ്പർ രേഷ്മ സുധീഷും BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിലിന്റെയും നേതൃത്വത്തിൽ കുന്നംകുളം ഫയർഫോഴ്സിന്റെ സഹായത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു.
തിരുവത്ര പുതിയറയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ജോലിക്കിടെയാണ് പൈപ്പ് പൊട്ടിയത്. ഒരാഴ്ചയിലധികമായി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട്. ദിനംപ്രതി ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വടക്കേക്കാട് നാലാംകല്ല് റോഡിൽ ബുള്ളറ്റും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബുള്ളറ്റ് യാത്രക്കാരായ പുന്നയൂർ സ്വദേശി വാവുമ്മൽ വീട്ടിൽ മുർഷിദ്, ഷമീറ, ബൈക്ക് യാത്രക്കാരൻ പുന്നയൂർകുളം ഉപ്പുങ്ങൽ സ്വദേശി എള്ളൂർ മഠത്തിൽ വീട്ടിൽ ജെഫിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം. പരിക്കേറ്റവരെ വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലപ്പഴക്കത്താൽ ക്ഷയിച്ച ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ കോവിലകത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തനിമയും പ്രൗഢിയും നിലനിർത്തി 3 വർഷത്തിനകം പുന്നത്തൂർ കോവിലകം പുതുക്കി പണിയാനാണ് തീരുമാനം. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ജീവധനം DA KS മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ എറണാകുളത്തെ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിനാണ് നിർമ്മാണ ചുമതല. ആർക്കിടെക്റ്റായ തൃശൂർ പൂങ്കുന്ന സ്വദേശി വിനോദാണ് പദ്ധതി രേഖ തയ്യാറാക്കിയത്. 5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും LP സ്കൂളിന്റെയും മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പിങ്ക് കഫേ കാരവാൻ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകണമെന്ന് പഞ്ചായത്ത് അംഗം MC ഐജു ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളടക്കമുള്ള വഴിയാത്രക്കാരുടെ ജീവന് ഭീഷണിയായാണ് പിങ്ക് കഫേ കാരവാൻ സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കാരവാൻ നീക്കം ചെയ്യണമെന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ 1 മാസം കാലാവധി നൽകിയിരുന്നു. കാലാവധി കഴിഞ്ഞിട്ടും പിങ്ക് കഫേ കാരവാൻ മാറ്റി സ്ഥാപിക്കാത്തതിനെതിരെ MC ഐജു വീണ്ടും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറും PWD ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പലതവണ കത്ത് നൽകിയിട്ടും നടപടിയെടുക്കാതെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെറ്റായ നയങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സെക്രട്ടറിയെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്നും MC ഐജു ആവശ്യപ്പെട്ടു. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ +2 SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെ അനുമോദിച്ചു. കുന്നംകുളം ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. UPF ജനറൽ പ്രസിഡന്റ് ഡോക്ടർ സാജൻ C ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിക്ക് 70,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകി. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു. കുന്നംകുളം AG സെക്ഷൻ പ്രിസ്ബിറ്ററും UPF ചെയർമാനുമായ പാസ്റ്റർ EG ജോസ്, ചർച്ച് ഓഫ് ഗോഡ് കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ MG ഇമാനുവൽ, ജനറൽ സെക്രട്ടറി പാസ്റ്റർ അനിൽ തിമോത്തി എന്നിവർ സംസാരിച്ചു. നെൽകൃഷിയുടെ ഇടവേളയിൽ റാഗി വിളയിച്ച് മാതൃകയാകുകയാണ് ഒരു കർഷകൻ. പോർക്കുളം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പാടത്തെ കർഷകനായ കൊങ്ങണ്ണൂർ മണലിൽ വീട്ടിൽ ലാസറാണ് കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ചെറുധാന്യ കൃഷിയിൽ വിജയം കൈവരിച്ചത്. ഒരു കാലത്ത് നമ്മുടെ പാടങ്ങളിൽ ഈ ഗണത്തിൽപ്പെടുന്ന ചാമയും തിനയും ചോളവും കൂവരകുമെല്ലാം കൃഷി ചെയ്തിരുന്നു. അന്ന് നമ്മുടെ ആഹാരക്രമത്തിൽ പ്രധാന സ്ഥാനവുമുണ്ടായിരുന്നു. എന്നാൽ പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളുടെ കൃഷി കാലക്രമേണ നിലച്ചു. പോർക്കുളം കൃഷിഭവന്റെ സഹകരണത്തോടെ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൃഷിക്ക് ശേഷം റാഗി കൃഷിയും എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ലാസർ കൃഷിയിറക്കിയത്. നല്ല വിളവ് ലഭിച്ചതോടെ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. റാഗിയുടെ വിളവെടുപ്പ് പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ്, കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ് കുമാർ, ലാസർ മണലിൽ എന്നിവർ സംസാരിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് ഇടവിളയായി റാഗി കൃഷി ചെയ്യുന്നതിനാവശ്യമായ സഹകരണം പഞ്ചായത്ത് ഒരുക്കുമെന്നും കൂടുതൽ കർഷകർ മുന്നോട്ട് വരണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പെരുമ്പിലാവ് അൽസാക്കി ഹോട്ടലിന് സമീപം വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെട്ടു. വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിന്റെ ഭാഗമായി റോഡിൽ കൂട്ടിയിട്ട മൺകൂനയിൽ കയറിയ ട്രാവലർ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് സമീപത്ത് പൈപ്പ് സ്ഥാപിക്കുവാൻ കുഴിച്ച കുഴിയിൽ വീണ് അൽസാക്കി ഹോട്ടലിന്റെ ഇരുമ്പ് വേലിയിൽ ഇടിച്ചു നിന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:30 സംഭവം. മലപ്പുറത്ത് നിന്നും മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്ന 14 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. പൈപ്പ് ലൈനിനു വേണ്ടി സ്ഥാപിച്ച കുഴികൾക്ക് സമീപം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുവെന്ന സൂചനാ ബോർഡ് സ്ഥാപിക്കാത്തതിനാലാണ് അപകടം സംഭവിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിൽ കാഞ്ഞിങ്ങാട്ട് വീട്ടിൽ സുരേഷ്. 37 വയസ്സുകാരനായ സുരേഷ് 2 വൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുകയാണ്.
ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് വിധേയനായാണ് സുരേഷ് ജീവൻ നിലനിർത്തുന്നത്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം കൂടുതലായതിനാൽ സുരേഷിന് ഡയാലിസിസിന് അവസരം ലഭിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ ആശുപത്രിയിലാണ് ഡയാലിസിസ് നടത്തുന്നത്. പ്രതിമാസം ഡയാലിസിസിനും മരുന്നിനുമായി 50,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. നിർധന കുടുംബാംഗമായ സുരേഷിന് ഈ ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിനിടയിൽ ഡയാലിസിസ് ഉപകരണം ഘടിപ്പിക്കാൻ ഞരമ്പ് കിട്ടാത്ത അവസ്ഥയുമുണ്ട്. ഇതിനുവേണ്ടി സർജറി നടത്താൻ 1 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഇതിനും പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതായി സുരേഷ് പറയുന്നു. ഞാനൊരു കിഡ്നി പേഷ്യന്റ് ആണ്. എനിക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഒരു 3 എണ്ണമൊക്കെ ചെയ്ത് അവരെന്നെ ഒഴിവാക്കി. അവിടെ വേറെ ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് അവരെന്നെ ഒഴിവാക്കുക ചെയ്ത്. പിന്നെ കുന്നോളത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മരുന്നൊന്നും കിട്ടാനില്ല. ആഴ്ചക്ക് 2 ഇഞ്ചക്ഷൻ അടിക്കണം. അതിന് നല്ല പൈസ വരുന്നുണ്ട്. 350 റുപ്യ ഒരു ഇഞ്ചക്ഷന് വില വരുന്നുണ്ട്. പിന്നെ ഗുളികയ്ക്കും മര്യാദ റേറ്റ് തന്നെയാണ്. ഒരാഴ്ചത്തെ ഗുളികയ്ക്ക് 10,500 റുപ്യ വരുന്നുണ്ട്. ഒന്നും ഇതാവണില്ല. പിന്നെ മുന്നിൽ പിന്നെ ഇത് ആത്മഹത്യ തന്നെ ഉള്ളു. അതാണ് ഇപ്പൊ ഞാൻ നോക്കി നിൽക്കണത്. അതന്നെ ഇപ്പൊ എന്റെ മുന്നിൽ കാണാനുള്ള ഒരു വഴി. കാരണം എനിക്കിത് മുന്നാക്കം പോകണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലൊന്നും ഇല്ല. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു സുരേഷ്. 5 വർഷം മുമ്പാണ് വൃക്കകൾ ചുരുങ്ങി വരുന്ന രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. 1 വർഷമായി ഡയാലിസിസ് നടത്തിയാണ് ജീവൻ പിടിച്ചു നിർത്തുന്നത്. ഭാര്യ ശ്രുതിയും മാതാവ് സീതയും പിതാവ് മുരളിയും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം. അമ്മ സീതയും വൃക്കരോഗിയാണ്. ഇവർക്കും ചികിത്സയ്ക്കായി മാസം 10,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഒരു പണിക്കും പോവാനോ തൊഴിലിന് പോവാനോ അതിന് പറ്റണില്ല. വീട്ടിലാണെങ്കിൽ പട്ടിണി എന്നുള്ള എൻ്റെ വീട്ടിലും അതെ. എനിക്കൊരു പണിക്ക് പോകാൻ എനിക്കും വയ്യ. എനിക്ക് കണ്ണിനാണെങ്കിൽ കാഴ്ച കുറഞ്ഞു, ഷുഗർ കൂടിയിട്ട് എനിക്കൊരു പണിക്ക് പോകാൻ പറ്റില്ല. ഞാൻ തൊഴിലുറപ്പിന് പോയിരുന്ന ആളാണ്. എനിക്ക് അതിന് പോകാൻ പറ്റുന്നില്ല. 70 വയസ്സുകാരനായ പിതാവ് മുരളിക്ക് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണി കൊണ്ടാണ് അർദ്ധപട്ടിണിയിൽ കുടുംബം കഴിയുന്നത്. ചികിത്സാ ചെലവിനും ഉപജീവനത്തിനും വഴിയില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ കരുണയുള്ളവരുടെ സഹായം കൂടിയേ തീരൂ. സഹായം നൽകാൻ താൽപ്പര്യമുള്ളവർ 99 61 12 24 20 എന്ന ഗൂഗിൾ നമ്പർ വഴിയോ സുരേഷ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കേച്ചേരി ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 02190100002565 IFC IOB A 000219 എന്ന അക്കൗണ്ട് നമ്പർ വഴിയോ സഹായങ്ങൾ നൽകേണ്ടതാണ്. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദി സംഘടിപ്പിച്ച 11ാമത് ശിവൻ മെമ്മോറിയൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് പെരുമണ്ണൂർ കൊട്ടേക്കാവ് ക്ഷേത്ര മൈതാനിയിൽ തുടക്കമായി. പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസ് നൽകുന്ന ക്യാഷ് പ്രൈസിനും ശിവൻ മെമ്മോറിയൽ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും സലീം സോമിൽ നൽകുന്ന ക്യാഷ് പ്രൈസിനും ഷഹന സിൽക്കൌസ് കൂറ്റനാട് നൽകുന്ന റെനേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ VR റെനീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ബാവ മാളിയേക്കൽ മുഖ്യാതിഥിയായി. ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു. താജ് പന്നിത്തടവും ബ്രദേഴ്സ് കോക്കൂരും തമ്മിലായിരുന്നു ആദ്യ മത്സരം. താജ് പന്നിത്തടം എതിരില്ലാത്ത ഒരു ഗോളിന് ബ്രദേഴ്സ് കോക്കൂരിനെ പരാജയപ്പെടുത്തി. ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ GCC ചാലിശ്ശേരിയും പ്രണവം പെരുമണ്ണൂരും ഏറ്റുമുട്ടും. ഉദ്ഘാടന ചടങ്ങിൽ യുവധാര രക്ഷാധികാരി വേണു കുറുപ്പത്ത് അധ്യക്ഷനായി. ക്ലബ്ബ് രക്ഷാധികാരി ബാലൻ, ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു, സെക്രട്ടറി റാഷിദ്, ട്രഷറർ റാഫി, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഭിജിത്ത്, വൈസ് ചെയർമാൻ ശ്രീജിത്ത്, ടൂർണമെന്റ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ആകാശ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981-82 ബാച്ച് സംഘടിപ്പിച്ച സ്മൃതി സംഗമം പ്രധാന അധ്യാപകൻ KP വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വിളംബരാഘോഷ യാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത്. സംഘാടക സമിതി പ്രസിഡന്റ് MF ടോമി അധ്യക്ഷനായി. സെക്രട്ടറി MS രാമകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ പ്രധാന അധ്യാപകൻ KP വാസുദേവൻ സഹായധനം കൈമാറി. PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ മുഖ്യാതിഥിയായി. ആന്റണി പതിയാരം, ഷീല വെള്ളറക്കാട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുന്നൂർകുളം ആൽത്തറ ഗോവിന്ദാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 5 ദിവസങ്ങളിലായി ആഘോഷിച്ച വൈശാഖ ഏകാദശിക്ക് സമാപനമായി. വലിയ വിളക്ക് ദിവസം വിളക്ക് എഴുന്നള്ളിപ്പിന് ശേഷം നട അടച്ചതോടെയാണ് ആഘോഷത്തിന് സമാപനമായത്.
മെയ് 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് വിവിധ പരിപാടികളോടെ വൈശാഖ ഏകാദശി മഹോത്സവം ആഘോഷിച്ചത്. ഇതിന്റെ ഭാഗമായി ഒന്നാം വിളക്ക് ദിവസം ക്ഷേത്രം പ്രസിഡന്റ് KB സുകുമാരന്റെ വസതിയിൽ നിന്നും കൊടിമര ഘോഷയാത്രയും തൃക്കൊടിയേറ്റവും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം നടത്തിയത്. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം, ഭരതനാട്യം, സെമി ക്ലാസിക്കൽ ഡാൻസ്, നൃത്താഞ്ജലി, തിരുവാതിരക്കളി, ഗാനമേള, മെഗാ ഫ്യൂഷൻ സ്റ്റേജ് ഷോ എന്നിവ നടത്തിയിരുന്നു. രണ്ടാം വിളക്ക് ദിവസം സർപ്പബലി ദർശനവും 4ാം വിളക്ക് ദിവസം ഉത്സവബലി ദർശനവും വലിയ വിളക്ക് ദിവസം ദ്വാദശി ആറാട്ടും നടത്തി. രാവിലെ ആറാട്ടുകടവിൽ ദർശനം, കൊടിക്കൽ പറ, കലശം, അഭിഷേകം, വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ദേശപൂരം വരവ്, തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 10ഓളം ഗജവീരന്മാർ അണിനിരന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ KB സുകുമാരൻ, ശ്യാം പനമുക്കിൽ, മുരളീധരൻ പൊലിയത്ത്, MG സുരേഷ്, ഹരി എഴുത്തുപുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർകുളം. ജൂൺ 3 വിദ്യാലയങ്ങൾ തുറക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന ഹൈസ്കൂൾ വിഭാഗം ക്ലാസ് മുറികളിൽ ടൈൽ വിരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് അനുവദിച്ച സുവോളജി, ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ് എന്നീ ലാബുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വിദ്യാലയത്തിലെ പെൺകുട്ടികൾക്ക് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കാൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2024-25 പദ്ധതിയിൽ 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂർ അറിയിച്ചു. ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് 25ാം വാർഷികാഘോഷവും സായി ധർമ്മരത്ന പുരസ്കാരദാനവും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മമ്മിയൂരിലെ ആസ്ഥാന മന്ദിരത്തിൽ രാവിലെ 10-ന് അഖില ഭാരതീയ സന്ത് സമിതി ദേശീയ ജനറൽ സെക്രട്ടറി സ്വാമി ജിതേന്ദ്രാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. ഗണപതി ഹോമം, ശ്രീരുദ്രഹവനം, മഹാസന്യാസി പൂജ തുടങ്ങിയവ വാർഷികാഘോഷങ്ങളുടെ ഭാഗമാകും. കേരളത്തിൽ നിന്നുള്ള പ്രഥമ മതമണ്ഡലേശവും സംസ്ഥാന സന്യാസി സഭ പ്രസിഡന്റുമായ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, വിശ്വകർമ്മ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം, ലേഡീസ് ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി 50% സാമ്പത്തിക സഹായത്തോടെ 500 വനിതകൾക്ക് സ്കൂട്ടർ വിതരണം തുടങ്ങിയവയാണ് ജീവകാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതരായി കർമ്മരംഗത്ത് ശോഭിക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനായി സായി സഞ്ജീവനി വർഷം തോറും നൽകി വരാറുള്ള സായി ധർമ്മരത്ന അവാർഡ് കേരളത്തിൽ നിന്നും ആനന്ദകുമാറിനും കർണാടകയിൽ നിന്ന് ഡോക്ടർ DA കൽപ്പജയ്ക്കും തമിഴ്നാട്ടിൽ നിന്ന് CM കാമരാജിനും നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. തുടർന്ന് ഭജൻസും ഉണ്ടാകും. ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി C അരുൺ നമ്പ്യാർ, സബിത രഞ്ജിത്ത്, ജയപ്രകാശ് കേശവൻ, അഡ്വക്കേറ്റ് TP രാജൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചാവക്കാട് നഗരസഭയിൽ മുനിസിപ്പാലിറ്റി എഡ്യൂക്കേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പരിധിയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പ്രധാന അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളിലെ പ്രശ്നങ്ങളും പ്രവേശനോത്സവത്തെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. മുനിസിപ്പാലിറ്റി തല പ്രവേശനോത്സവം LP തലം GMLPS തിരുവത്ര, UP വിഭാഗം GFUPS ബ്ലാങ്ങാട്, HS തലം GHSS മണത്തലയിൽ വെച്ചും നടത്താൻ തീരുമാനിച്ചു. ചാവക്കാട് എഡ്യൂക്കേഷണൽ ഇംപ്ലിമെന്റ് ഓഫീസർ VG ടീച്ചർ, BRC പ്രതിനിധി ജോത്സ്ന തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടൻതുള്ളൽ കലാകാരന്മാർക്കായി മണലൂർ തുള്ളൽ കളരി നൽകി വരുന്ന മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരത്തിന് രാജേഷ് കുഞ്ചൻ സ്മാരകത്തെയും യുവതുള്ളൽ പ്രതിഭകൾക്കായുള്ള കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരത്തിന് കലാമണ്ഡലം ജിനേഷിനെയും തെരഞ്ഞെടുത്തു. 10,001 രൂപയും പൊന്നാടയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്ന പുരസ്കാരം ജൂൺ 1 ഗുരുവായൂരിൽ സമ്മാനിക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് രുക്മിണി റിജൻസിൽ നടക്കുന്ന പൈതൃകം ഗുരുവായൂരിന്റെ പ്രതിമാസ കുടുംബ സംഗമത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാരദാനം നിർവഹിക്കും. കലാമണ്ഡലം പരമേശ്വരൻ, കലാമണ്ഡലം രാധാമണി, ഡോക്ടർ KB പ്രഭാകരൻ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. സമകാലിക സംഭവങ്ങൾ കോർത്തിണക്കി പുറത്തിറങ്ങിയ ഒരു വെള്ളിയാഴ്ച ടാസ്ക് എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. പ്രകാശ് കുഞ്ഞൻ അവതരിപ്പിക്കുന്ന പോയിന്റ്സിന്റെ ബാനറിൽ വിഷ്ണു കിടങ്ങൂർ കഥ, തിരക്കഥ, സംവിധാനം നിർവഹിച്ച
ഒരു വെള്ളിയാഴ്ച ടാസ്ക് എന്ന ഹ്രസ്വ ചിത്രമാണ് ശ്രദ്ധ നേടുന്നത്. ചിക്കൻ റെഡി, സലാഡ് റെഡി. അപ്പോ അജയന്റെ പാട്ടോട് കൂടിയിട്ട് പാർട്ടിയാണ് തുടങ്ങും. പ്രവാസലോകത്തിന്റെ സമകാലിക സംഭവങ്ങൾ കോർത്തിണക്കിയ ചിത്രത്തിന്റെ ക്യാമറ കിരൺ ചെറായിയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഷിനോ ഷോബി എഡിറ്റിംഗും ശ്രീനു പെരുമ്പിലാവ് സംഗീതവും നിർവഹിച്ചു. കേന്ദ്ര കഥാപാത്രമായി ബിനീഷ് കിടങ്ങൂരും നടി ബിന്ദയും അഭിനയിച്ചിരിക്കുന്നു. ഹ്രസ്വചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ ആയിരങ്ങൾ കണ്ടുകഴിഞ്ഞു. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ചത്. അതെനിക്ക് മറക്കാൻ പറ്റില്ല ചായ. എന്താണ് നീ പറയുന്നത്? പണം എന്ന ആദ്യത്തെ ഹ്രസ്വചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള ഇന്ത്യൻ ഇന്റർനാഷണൽ സിനിമ യൂണിവേഴ്സ് പുരസ്കാരവും ദേവസൂര്യ പുരസ്കാരം എന്നിവയും ലഭിച്ചിരുന്നു. കൂടാതെ രചനാ മേഖലയിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന എഴുത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിച്ച എഴുത്തുകാരൻ വിഷ്ണു കിടങ്ങൂർ മലയാള സർവകലാശാല MA മലയാളം സാഹിത്യരചന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയും ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനുമാണ്. ഫ്രൈഡേ ടാസ്ക് എന്ന ചിത്രത്തിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത് പ്രവാസ ലോകത്തിന്റെ രസകരമായിട്ടുള്ള അവധിക്കാലമായ വെള്ളിയാഴ്ചകളുടെ ദിവസങ്ങളെയാണ്. ആ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ധാരാളം പരിപാടികളൊക്കെ എല്ലാ കൂട്ടുകാരും കൂടി ഒന്നിച്ചു ചേരുകയും അതുപോലെ തന്നെ ആ ഒരു വെള്ളിയാഴ്ചയിൽ ഉണ്ടാകുന്ന ഒരു ടാസ്ക്കാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ചിത്രം കാണുക. ഓക്കെ. CCTV ന്യൂസ്, വേലൂർ. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ചാവക്കാട് MRRM ഹൈസ്കൂളിനെ സഹപാഠി സൗഹൃദക്കൂട്ടം ആദരിച്ചു. 1987 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. സ്കൂൾ ഹെഡ്മിസ്ട്രസ് M സന്ധ്യയ്ക്ക് മൊമെന്റോ കൈമാറി. പ്രിൻസിപ്പാൾ MD ഷീബ, ഹക്കീം ഇംബാർക്ക്, ഡോക്ടർ അബ്ദുൾ റഹ്മാൻ, പ്രദീപ് കോട്ടപ്പടി, സിറാജുദ്ദീൻ, ജയശ്രീ, ഷക്കീല റൌഷിബാൻ, പ്രവീണ, NB മധു എന്നിവർ സംസാരിച്ചു. കുരുന്നുകൾക്ക് കരുതലായി അമല നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അമല നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ കരുതലായി സ്വരൂപിച്ച തുക ഉപയോഗിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 40 വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത്. സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷനും NSS യൂണിറ്റും സംയുക്തമായാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. ഒരു വിദ്യാർത്ഥി ഒരു ദിവസം 1 രൂപ വീതം നൽകി സ്വരൂപിച്ച തുകയാണ് കരുതൽ പദ്ധതിയുടെ മൂലധനം. മനുഷ്യസ്നേഹത്തിന്റെ പാഠം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്നതാണ് കരുതൽ പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമ്മൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രാജി രഘുനാഥ്, കമ്മ്യൂണിറ്റി വിഭാഗം മേധാവി സിസ്റ്റർ മെർലി ജോൺ, NSS ഓഫീസർ ഡോൺ ജോസ് കെ, NSS ലീഡർ ഡാനി പോൾ, സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ചെയർപേഴ്സൺ അലീന മന്നനാൾ, ജിജി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ആദൂർ മുട്ടിക്കൽ ചിറയിൽ ഒഴുകിവന്ന വലിയ മരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ട്രാക്ടർ ഉപയോഗിച്ച് വലിച്ചു കയറ്റി. മഴക്കാലം തുടങ്ങിയാൽ വലിയ മരങ്ങൾ ഒലിച്ചു വരുന്നത് പതിവാണ്. ഷട്ടർ ഓപ്പറേറ്റിംഗ് കരാർ ജീവനക്കാരനായ സിജോയുടെ നേതൃത്വത്തിൽ ജോബി ജോൺ, രാജൻ, വിജയൻ ആന്റണി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ഒഴുകി വന്നിരുന്നതിനേക്കാൾ വലിയ മരമാണ് ഇത്തവണ ലഭിച്ചത്. തുറന്ന ഷട്ടറിൽ മരം പോകാതെ അടഞ്ഞിരിക്കുന്ന സ്ഥിതിയായിരുന്നു. ഇതോടെയാണ് സിജോയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മരം കയറ്റിയത്. ഇൻസ്പയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്നും SSLC +2 വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡ് വിതരണവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇൻസ്പയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ മെന്ററും സീനിയർ കരിയർ കൗൺസിലറുമായ റാഫി പൊന്നാനി ക്ലാസ് നയിച്ചു. 2021 ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി അവാർഡ് വിതരണം, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ ക്ലാസ്, അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് എന്നിവയാണ് നടന്നുവരുന്നത്. പുന്നയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, മഹല്ല് പ്രസിഡന്റ് AM അലാവുദ്ദീൻ, GFUP സ്കൂൾ പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
BJP നേതൃത്വത്തിൽ എരുമപ്പെട്ടി നെല്ലുവായ് 138 ബൂത്ത് പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KJ അനാമിക, TV നവ്യ, TU ആദർശ്, MN പുണ്യ, മാളവിക പ്രദീപ് കുമാർ, R അർച്ചിത എന്നിവരെയാണ് അനുമോദിച്ചത്. ബൂത്ത് കൺവീനർ സുനിൽ കുമാർ കക്കാട്ട്, ഗിരീഷ് തോപ്പിൽ, ബാലചന്ദ്രൻ തോപ്പിൽ, ഉണ്ണികൃഷ്ണൻ, സേതുമാധവൻ, ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കാലിഡാഡ് 2024 സ്കോളർഷിപ്പ് പരീക്ഷ 24 നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. +2 പൂർത്തീകരിച്ച കുട്ടികളെ എഞ്ചിനീയറിംഗ് മേഖലയിലെ സാധ്യതകളിലേക്ക് നയിക്കുന്നതിനായാണ് പരീക്ഷ നടത്തുന്നത്. രാവിലെ 9:30 മുതൽ 12:30 വരെ കമ്പ്യൂട്ടർ ബേസ്ഡായി കോളേജിൽ വെച്ച് പരീക്ഷ നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ഇത്തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് മാതൃക പരീക്ഷ ആയിട്ടാണ് കാലിഡാസ് സ്കോളർഷിപ്പ് പരീക്ഷയും നടത്തുന്നത്. മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന ആശയത്തോടു കൂടിയാണ് പരീക്ഷ. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് www.royalset.ac.in/Kalidas2024 എന്ന ലിങ്കിലോ 90 48 49 99 94 90 48 59 99 95 എന്നീ നമ്പറുകളിൽ വിളിച്ചോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് സൗജന്യമായി കോളേജ് ബസ് യാത്രാ സൗകര്യവും ഉണ്ടായിരിക്കും. 1 മുതൽ 10 വരെ റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പഠനം സ്കോളർഷിപ്പോടുകൂടി സാധ്യമാക്കാം. 11 മുതൽ 20 വരെ റാങ്ക് നേടുന്നവർക്ക് 4 വർഷവും ട്യൂഷൻ ഫീസിൽ 30,000 രൂപ ഫീസ് ഇളവും, 21 മുതൽ 40 വരെ റാങ്ക് നേടുന്നവർക്ക് 4 വർഷവും ട്യൂഷൻ ഫീസിൽ 20,000 രൂപ ഫീസ് ഇളവ്, 41 മുതൽ 100 വരെ റാങ്ക് നേടുന്നവർക്ക് 4 വർഷവും ട്യൂഷൻ ഫീസിൽ 10,000 രൂപ ഫീസ് ഇളവ് ലഭിക്കും. അധ്യാപകരായ R കൃഷ്ണകുമാർ, P ബിജീഷ്, KB ബിനീഷ്, ബൈജു C പാപ്പച്ചൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. SNDP യോഗം തയ്യൂർ ശാഖയുടെ 11ാമത് വാർഷിക പൊതുയോഗം ശാഖാ മന്ദിരത്തിൽ നടന്നു. തലപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് MA ധർമ്മരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി TR രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി മജീഷ് വേലൂർ, ശാഖാ വൈസ് പ്രസിഡന്റ് ജിത്തു തയ്യൂർ, ശാഖാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ CG, ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അഡ്വക്കേറ്റ് TS മായാദാസ് വടക്കാഞ്ചേരി ശ്രീനാരായണ ധർമ്മത്തിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ലോകത്തു തന്നെ അപൂർവമായ കുളവെട്ടിമരങ്ങളെ സംരക്ഷിക്കാൻ ജനകീയ കൂട്ടായ്മ ഒരുങ്ങുന്നു. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ കലശമല ക്ഷേത്രത്തിന് സമീപമാണ് ഈ അപൂർവ ഇനം മരങ്ങൾ വളരുന്നത്. ലോക ജൈവ വൈവിധ്യ ദിനമായ മെയ് 22-ന് 9:30 കലശമലയിലെ ചോലയിൽ പഞ്ചായത്തും ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി നടത്തുന്ന ജനകീയ കൂട്ടായ്മ ജൈവ വൈവിധ്യ ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ C ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ചതുപ്പ് നിലങ്ങളിൽ മാത്രം വളരുന്ന കുളവെട്ടി മരങ്ങളെക്കുറിച്ച് 1996-ലാണ് പഠനം നടത്തിയത്. അന്ന് ലോകത്ത് 200ഓളം മരങ്ങളെയാണ് കണ്ടെത്തിയത്. എന്നാൽ 2002-ലാണ് കലശമലയിലെ കുളവെട്ടി മരങ്ങളെ കണ്ടെത്തിയത്. അന്ന് 110 മരങ്ങൾ കണ്ടെത്തി. 2015-ൽ ഇവയുടെ എണ്ണം 253 ഉയർന്നു. എന്നാൽ പിന്നീട് പല മരങ്ങളും നശിക്കുകയായിരുന്നു. സമീപ പ്രദേശങ്ങളിലെ മണ്ണെടുപ്പും ഭൂമിയുടെ തരം മാറ്റലും കുളവെട്ടി മരങ്ങളെ നാശത്തിന്റെ വക്കിലെത്തിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുളവെട്ടി മരങ്ങളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമാണ്. മനുഷ്യനും ചുറ്റുവട്ടത്തുള്ള ആവാസ വ്യവസ്ഥയും നിലകൊണ്ടാൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതും, അതുകൊണ്ട് ഓരോ പ്രദേശത്തുമുള്ള ജൈവ വൈവിധ്യങ്ങളെ നിലനിർത്തുക, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ സന്ദേശം. അതുകൊണ്ടാണ് പദ്ധതിയിൽ പങ്കാളിയാവുക എന്നുള്ളത് പ്രാദേശികമായി നമ്മൾ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതിന്റെ ഭാഗമായി എന്തുകൊണ്ട് അഗതിയൂരിലുള്ള പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂരിലുള്ള
കലശമല ശിവക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുളവെട്ടി മരങ്ങളുടെ പ്രദേശം ഒരു വലിയ ജൈവ വൈവിധ്യ സ്രോതസ്സാകുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനം രാജ്യമെങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിലായി നടന്ന ദിനാചരണത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ബ്ലോക്ക് ഓഫീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതേതര സംരക്ഷണ ദിനമായി ആചരിച്ചു. കുന്നംകുളം കാർഷിക ഗ്രാമവികസന ബാങ്കിന് സമീപം സംഘടിപ്പിച്ച ദിനാചരണത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, നെൽസൺ ഐപ്പ്, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ CK ബാബു, ഉണ്ണിയേറത്ത്, കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ലബി ഭസൻ, KV ഗീവർ, VV വിനോജ്, ജോബി ഷാജു, CK ബിജു, C ജോബ്, CK സുരേഷ്, സത്യഭാമ എന്നിവർ പങ്കെടുത്തു. ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ബൂത്തുകളുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. 164 ബൂത്തിൽ അമൃത സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഹിഷാം കപ്പൽ, കേശവൻ, നൂർദ്ദീൻ ബാബു എന്നിവർ സംസാരിച്ചു. 166 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാങ്ങോട്ടുപടിയിൽ നടന്ന ചടങ്ങിൽ മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. VA മോഹനൻ അധ്യക്ഷത വഹിച്ചു. 167 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടുകടവ് റോഡ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി EP കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് EV ജോയ് അധ്യക്ഷത വഹിച്ചു. 168 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലത്താഴത്ത് നടന്ന ചടങ്ങിൽ DCC മെമ്പർ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജോബി ആളൂർ, ശ്യാം സുന്ദർ, പുന്നവാസു, ശശികല, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ കാട്ടത്തറ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ VP അലി, വലിയകത്ത് ഷംസുദ്ദീൻ, ജോസഫ്, PP നൌഷാദ്, ഇബ്രാഹിം, യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്പനിപ്പട്ടിക്ക് സമീപം നടന്ന ചടങ്ങിൽ ഫാദിൻ രാജ് ഹുസൈൻ, ജീവൻ ജോസഫ്, മനു ആൻഡോ, ചാൾസ് ചാക്കോ, ജോഷ്യ ടോണി, നദീം നാസർ, സയ്യിദ് മുഹമ്മദ് ബീൻ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റം സെന്ററിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നടന്ന അനുസ്മരണ യോഗം DCC സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ജസ്റ്റിൻ കുനമുച്ചി, അപ്പു ആളൂർ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം TO ജോയ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CJ ആന്റണി, ഡയറക്ടർ TL ലോനപ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലിശ്ശേരി ഇന്ദിരാഭവനിൽ രാജീവ് അനുസ്മരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PC ഗംഗാധരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AM ഷെഫീഖ്, പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ, മണ്ഡലം സെക്രട്ടറിമാരായ റോബർട്ട് തമ്പി, ലത്തീഫ് കൂറ്റ്നാട്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, A മൊയ്തുണ്ണി, ജലീൽ നരിക്കാട്ടിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അക്കിക്കാവ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ, പോർക്കുളം മണ്ഡലം സെക്രട്ടറി P പ്രവീൺകുമാർ, PM അബ്ബാസ്, K രാമകൃഷ്ണൻ നായർ, വാർഡ് മെമ്പർ രേഖ ജയറാം, AM നാസർ, PA രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. NG അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാജു ഫ്രാൻസിസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മധു KS, ഗിരീഷ് KP, PM ഷിബു, TA അൻസാർ, OP സാലി, ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഭാരവാഹികളായ MP സിജോ, സലാം വലിയകത്ത്, PU പ്രകാശ്, VK മോഹനൻ, സുഭാഷ് KM എന്നിവർ സംസാരിച്ചു. ജിജോ, ജോ CV, KV മോഹനൻ, OK വിജയൻ, അനീഷ്, രാജൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യപീഠിക സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് അജയകുമാർ വൈലേരി, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK, മണ്ഡലം ഉപാധ്യക്ഷൻ ഹസൻ തെക്കേപ്പാട്ടയിൽ, തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, അഷ്റഫ് തറയിൽ, RM ബക്കർ, ബാബു തലക്കൂട്ടൂർ, റഷീദ് കല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV.
കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഹെൽത്തി കേരള ഇൻസ്പെക്ഷൻ നടന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകാന്ത് നേതൃത്വം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു ബി ദർശന, അബിത, പഞ്ചായത്ത് ക്ലർക്ക് വിഷ്ണു എന്നിവർ പങ്കെടുത്തു. ക്ലിനിക്കൽ ലാബുകൾ, ഹോട്ടലുകൾ, ബേക്കറികൾ, കൂൾ ബാറുകൾ, മറ്റു സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. പകർച്ചവ്യാധി പകരുന്ന സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന ഇറച്ചിയും ഡേറ്റ് കഴിഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും നീക്കം ചെയ്യിച്ചു. വരും ആഴ്ചകളിലും പഞ്ചായത്ത് ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധന തുടരും. ഫ്രണ്ട്സ് പുത്തമ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ലാലിഗ സ്പോർട്സ് വില്ലേജിൽ നടന്ന പുത്തമ്പള്ളി സൂപ്പർ ലീഗ് സീസൺ 4 മത്സരത്തിൽ OKN സെവൻസ് ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ OKN സെവൻസ് 1-നെതിരെ 2 ഗോളുകൾക്ക് ബാർബേറിയൻസിനെ പരാജയപ്പെടുത്തി. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ സിന്ധു ഉണ്ണി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫി രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് മഹേഷ് ചെറുവത്താണിയെ ആദരിച്ചു. ബഷീർ പൂക്കോട്, ജെയ്സൺ കാവീട് എന്നിവർ സമ്മാന വിതരണം നടത്തി. ചിറളയം അരമതിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമാദരം ഒരുക്കി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. അരമതിൽ ഭാരവാഹികളായ അഭിഷേക്, വൈശാഖ്, സുജീഷ്, പ്രദീപ്, കൈലാസ്, ലിബിൻ, സുജിത്ത്, രൂപക്, ഗിരീഷ്, സെൻജോയ്, ഗിവി, ആകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 7 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. മെയ് 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന് കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് ആചാര്യനായത്. കലവറ നിറയ്ക്കലോടുകൂടി തുടക്കം കുറിച്ച ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ സമാപന ദിവസം ഭഗവത് ഉദ്ധവ സംവാദം തുടർച്ച, കലികാല വർണ്ണന, പരീക്ഷിത്തിന്റെ മുക്തി, സുധാമഗമനം, ഭാഗവത സംഗ്രഹം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം നടത്തിയത്. ആരതിക്ക് ശേഷം യജ്ഞ സമർപ്പണവും ആചാര്യ ദക്ഷിണയും നടന്നു. നെയ്വിളക്ക് സമർപ്പണം, വിഷ്ണു സഹസ്രനാമ പാരായണം, പ്രഭാഷണം, സത്സംഗങ്ങൾ, അന്നദാനം തുടങ്ങിയ ചടങ്ങുകളും 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ നടന്നു. സപ്താഹത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വൈകുന്നേരം സമയങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. ക്ഷേത്രം ഭരണസമിതി, മാതൃസമിതി, അയ്യപ്പ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സപ്താഹയജ്ഞം സംഘടിപ്പിച്ചത്. നരസിംഹ ജയന്തിയുടെ ഭാഗമായി ബുധനാഴ്ച പ്രത്യേക പൂജകളും അന്നദാനവും ഉണ്ടായിരിക്കും. CCTV ന്യൂസ്, കേച്ചേരി. പഴഞ്ഞി യുവധാരയുടെ 4ാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള 2ാം ദിവസമായ തിങ്കളാഴ്ച പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ഇത്തവണ CPIM പഴഞ്ഞി ലോക്കൽ സെക്രട്ടറി ബാബു പുലിക്കോട്ടിലിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അണിനിരക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസനും യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ മിൻഡോ റെനിയും നിർവഹിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. യുവധാര ചെയർമാൻ KR ബിനോഷ്, യുവധാര കൺവീനർ VC ഷാജൻ, കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർമാരായ യദുകൃഷ്ണ, AM ജിഷ്ണു, CPIM LC മെമ്പർമാരായ PC ചന്ദ്രൻ, മുരളി മുകുന്ദൻ, KK സുനിൽകുമാർ, NK സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. രാത്രി 8 മണിക്ക് 2 കളികൾ വീതമാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ മിറാനിയ തിരൂരും സഫ വട്ടംപാടവും ജേതാക്കളായി. മെയ് 26-ന് ഫുട്ബോൾ മേള സമാപിക്കും. SSLC, +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയിലെ താമരപ്പള്ളി നോർത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ആദരവ് 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനം ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി VS പ്രദീപ് അധ്യക്ഷനായി. എളവള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് ഡയറക്ടർ PK അഖിൽ, EK ഭരതൻ, സുനില രവി, സുജിത സുരേഷ്, MG പ്രശാന്തി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. PTA, SMC, MPTA കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്കൂൾ കോമ്പൗണ്ടും ശലഭ പാർക്കും വൃത്തിയാക്കിയത്. PTA പ്രസിഡന്റ് NP അജയൻ, SMC ചെയർമാൻ PT സുശാന്ത്, വിവിധ കമ്മിറ്റി അംഗങ്ങളായ MT അശ്വതി, KG വിനീത, സിനി ഷാജു, അനുപ്രഭ ലിതീഷ്, ധന്യ സുനിൽ, തനുജ കിഷോർ, അസീസ് എന്നിവരും അധ്യാപകരും നേതൃത്വം നൽകി. വില്ലേജ് ഓഫീസുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിലേക്ക് അടിയന്തരമായി ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി മണത്തല വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ കാനാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PV ഉമർകുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി PM അനസ്, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി AV ഷജീർ, KM റിയാസ്, അബ്ദുൾ സത്താർ, കുഞ്ഞീൻ ഹാജി, ഹനീഫ് ചാവക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ്ഡം വുമൺസ്
ആൻഡ് ഗേൾസ് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകലാട് ഖലീഫ ട്രസ്റ്റിൽ നടത്തിവന്നിരുന്ന ജാലകം ത്രിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഉസ്മാൻ ബദർപള്ളി അധ്യക്ഷത വഹിച്ചു. ഹിബ ജമാൽ എടക്കഴിയൂർ, ഉസൈൻ എടക്കഴിയൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. സമാപന ദിവസം മുജീബ് കോടത്തൂർ, തൊൽഹത്ത് സൊലാഹി, ഹിബ ജമാൽ, നസീമ ടീച്ചർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വുമൺസ് ആൻഡ് ഗേൾസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ റഹ്മത്ത്, ഹിബ ജമാൽ, നസീമ, ആസിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി MD കോളേജിലെ 1986-88 പ്രീ ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ MDN പാക്ക് ഓഫ് റോസിന്റെ 4ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കുന്നംകുളം ലയൺസ് ക്ലബ്ബിൽ ചേർന്നു. സ്നേഹപൂർവ്വം MDN എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് KS ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിന് കൂട്ടായ്മ രക്ഷാധികാരി CS ഷാജു, സെക്രട്ടറി AK സത്യൻ, ട്രഷറർ KS കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിനു ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾക്കു ശേഷം ചർച്ചകൾ, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവയുമുണ്ടായി. BJP വെങ്ങലശ്ശേരി 172-ാം ബൂത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബൂത്ത് പ്രസിഡന്റ് മനോജ് പെരുവഴിക്കാട്ട്, സെക്രട്ടറി രാജീവ് അമ്പക്കാട്ട്, സുജീഷ് അരുവാത്തോട്ടിൽ, മുൻ വാർഡ് മെമ്പർ ഷീബ ഗോപിനാഥൻ, മഹിളാ മോർച്ച പ്രവർത്തകരായ സന്ധ്യ ശിവദാസൻ, ഷീബ പ്രകാശൻ, രമ്യ ഉണ്ണികൃഷ്ണൻ എന്നിവരും വെങ്ങലശ്ശേരി ബാലഗോകുലം വിദ്യാർത്ഥികളും സന്നിഹിതരായി. വിപണി. വിവിധ ഡിസൈനുകളിലുള്ള വിദേശ നിർമ്മിതവും ഇന്ത്യൻ നിർമ്മിതവുമായ കസേരകളുടെ വൻ ശേഖരവുമായി കുന്നംകുളം വ്യാപാര ഭവനിൽ ചെയർവേൾഡ് ഡിസ്പ്ലേ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി, ജനപ്രതിനിധികളായ പ്രസുന്ന റോഷിദ്, ബിജു C ബേബി, ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ MK പോൾസൺ, ജോയിന്റ് സെക്രട്ടറി രാജു ചുങ്കത്ത്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ആധുനിക കഫ്റ്റീരിയ കസേരകൾ, ഓർഗാനിക് റിവോൾവിംഗ് കസേരകൾ, വീടുകളിൽ ഉപയോഗിക്കാവുന്ന വലിയതും ചെറിയതുമായ കസേരകൾ, ചെറിയ മേശകൾ, കുട്ടികൾക്കും വയോജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന കസേരകളും ഷോറൂമിൽ ലഭ്യമാണ്. കൂടാതെ സിംഗിൾ കസേര, ടേബിൾ കസേര സെറ്റും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. കുന്നംകുളം മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന ചെയർ കെയർ ആൻഡ് കമ്പനി, അഞ്ഞൂർ റോഡിൽ പ്രവർത്തിക്കുന്ന കൊണാർക്ക് ചെയർ ആൻഡ് കെയർ എന്നീ സ്ഥാപനങ്ങളുടെ സഹോദര സ്ഥാപനമാണ് ചെയർ വേൾഡ് ഡിസ്പ്ലേ ഷോപ്പ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 85-86 SSLC ബാച്ച് പുഞ്ചിരി കൂട്ടായ്മയുടെ പോകാം സ്കൂളിലേക്ക് 2ാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അകാലത്തിൽ മരണമടഞ്ഞ സഹപാഠികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തുടർന്ന് നടന്ന സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും ഹൈസ്കൂൾ അധ്യാപകനുമായ മനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാലൻ അധ്യക്ഷനായി, സെക്രട്ടറി സാലി, വൈസ് പ്രസിഡന്റ് ഷീബ, KV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും പ്രവാസികളും ഒരു വട്ടം കൂടി അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നു. ഹൈടെക് ക്ലാസ് മുറികൾ, സ്റ്റേഡിയം, പൂക്കൾ നിറഞ്ഞ ഉദ്യാനം എന്നിവ സന്തോഷം പകർന്നു. ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്ന് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി. ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KV രാമകൃഷ്ണൻ, സെക്രട്ടറി KH സാലി, ട്രഷറർ സുരേന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു. പുന്നൂർകുളം കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വയോജന ക്ലബ്ബിലെ അംഗങ്ങൾ ഒത്തുചേർന്നു. പാട്ടുപാടിയും കളിച്ചിരി തമാശകൾ പറഞ്ഞുമാണ് ഒത്തുചേർന്നത്. പ്രസിഡന്റ് VK ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P ഗോപാലൻ, ഉമ്മർ മാസ്റ്റർ അറക്കൽ, MV ജോസ്, KK സുരേഷ്, MK ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് സുരേഷ് ആറ്റുപുറത്തിന്റെ നേതൃത്വത്തിൽ സംഗീത സദസ്സ് നടന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6830 രൂപ, പവന് 54,640 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറം GFUP സ്കൂളിന് തെക്കുഭാഗം താമസിക്കുന്ന കുന്നത്ത് ശേഖരൻ ഭാര്യ തങ്ക നിര്യാതയായി 70 വയസ്സായിരുന്നു. ഷാജി, ഷെൽജി, ഷിനോജ്, സീന, പരേതനായ മനോജ് കുമാർ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീടുകയറി ആക്രമിച്ചു. ഗൃഹനാഥ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പണം കടം നൽകിയതുമായുള്ള വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഗുരുവായൂരിലെ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ പോലീസിനെ അനുവദിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്ര നഗരിയിൽ വൺവേ അടക്കമുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വേലൂരിൽ കനത്ത മഴയിൽ പുതിയതായി സ്ഥാപിച്ച മൊബൈൽ ടവറിന്റെ അടിത്തറ ഇടിഞ്ഞു. മൊബൈൽ ടവറിന് സമീപം താമസിക്കുന്ന വീട്ടുകാരും യാത്രക്കാരും അപകട ഭീഷണിയിൽ. തലക്കോട്ടുകര പയനിപ്പാടത്ത് കെട്ടിയുയർത്തിയ റോഡ് തകർത്ത് കരിങ്കല്ല് കയറ്റിയ ടോറസ് ലോറി പാടത്തേക്ക് ചെരിഞ്ഞു. പുന്നൂർക്കുളം ചമ്മന്നൂരിൽ മിണ്ടാപ്രാണിയോട് സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. തൈപ്പറമ്പിൽ ഷഫീഖിന്റെ പോത്തിന്റെ വാല് മുറിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.